नमो विष्णुपादाय कृष्णप्रस्थाय बदले श्रीमते भक्तिवेदांत स्वामिनिति नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य देशतारणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार शिवसादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 രാമ 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 ഹരേ 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 കൃഷ്ണ. നമുക്കിന്ന് ഈ ഒരു സുഭാഷിതം സമയത്ത് നമുക്ക് ഭഗവാന്റെ ഹരിനാമത്തിനെക്കുറിച്ച്, ഹരിനാമത്തിൻ്റെ മഹിമയെക്കുറിച്ച് അല്പനേരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. സോ ശിക്ഷാഗുരുക്കന്മാർക്കും ദീക്ഷാഗുരുക്കന്മാർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇന്നത്തെ ഹരിനാമത്തിൻ്റെ മഹിമയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 12ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നു, സുഖദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറയുന്നു, എന്താ പറയുന്നത്? കലേർദോഷനിധേ രാജൻ അഷ്ടി ഏകോ മഹാൻ ഗുണ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. അതായത് കലിയുഗത്തിനെ എന്താ പറയുന്നത്? ദോഷനിധി എന്ന് പറയണം. നിധി നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് സമ്പത്തിന് വേണ്ടിയാണ്. പക്ഷേ കലിയുഗം എന്താണ്? ദോഷത്തിൻ്റെ നിധിയാണ്. എന്താണ് നിധി എന്ന് നമുക്ക് അല്പനേരത്തിനുള്ളിൽ സംസാരിക്കാം. പക്ഷേ കലിയുഗത്തിൽ ഈ ഒരു മഹാൻ ഗുണമുണ്ട്. അതെന്താണ്? കീർത്തനാത് ഏവ കൃഷ്ണസ്യ, ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെ മുക്തസംഗ, വി ക്യാൻ അറ്റൈൻ ലിബറേഷൻ. അത് എന്താണ്? മറ്റുള്ള യുഗങ്ങളിൽ യജ്ഞങ്ങൾ ചെയ്തതിലൂടെയും തപസ് ചെയ്തതിലൂടെയും കോടാനുകോടി വർഷങ്ങൾ തപസ് ചെയ്യുന്നതിൻ്റെ ഫലം കലിയുഗത്തിൽ ഈ ഹരിനാമ ജപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. കലിയുഗത്തിൽ എന്താണ് ദോഷം? കലിയുഗത്തിൻ്റെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധത്തിൽ തന്നെ ശൗനകാദി ഋഷികൾ പറയുന്നു, എങ്ങനെയാണ്? പ്രായേണ അല്പായുസ സഭ്യ കലൗ അസ്മിൻ യുഗേ ജന മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യ ഉപദ്രത. അല്പായുസാണ്, റൈറ്റ്? ആൻഡ് അങ്ങനെയാണ് ക്വാറൽസം അല്ലെങ്കിൽ വഴക്കാളികളാണ്, റൈറ്റ്? പിന്നെ മന്ദ, ബുദ്ധി കുറവാണ്. സുമന്ദമതയോ, മിസ്ഗൈഡഡ് ആണ്, റൈറ്റ്? ആൻഡ് എല്ലാത്തിനും ഉപരി മന്ദഭാഗ്യമാണ്, അൺലക്കിയാണ്. ഒബ്വിയസ്ലി നമ്മൾ ഈ കലിയുഗത്തിൽ ജനിച്ചത് തന്നെ മന്ദഭാഗ്യം എന്ന് പറയാം, റൈറ്റ്? പക്ഷേ കൃഷ്ണാവബോധത്തിൽ വരാൻ സാധിച്ചത് നമ്മുടെ പരമഭാഗ്യവുമാണ്. അനുപദ്രത, ജനറലി വളരെ ഡിസ്റ്റർബ്ഡുമാണ് ആളുകൾ. സോ കലിയുഗത്തിൽ ആളുകളുടെ കുറവുകളാണിത്. ആൻഡ് കലിയുഗത്തിലെ ആളുകളുടെ ക്വാളിറ്റീസും അതുമാതിരി തന്നെയാണ്. 12ാം സ്കന്ധം വളരെ നല്ലപോലെ വിവരിക്കുന്നു ഈ കലിയുഗത്തിലെ ജനങ്ങൾ എങ്ങനെയാകും എന്നുള്ളത്. സോ ഓരോരോ ഗുഡ് ക്വാളിറ്റീസ്, സത്യുഗത്തിലുള്ള ഓരോ ഗുഡ് ക്വാളിറ്റീസും കലിയുഗത്തിലേക്കാകുമ്പോഴത്തേക്കും ഒന്നൊന്നായി കുറയുന്നു, റൈറ്റ്? സാമൂഹികമായും ഇൻഡിവിജ്വൽ വ്യക്തിപരമായും, റൈറ്റ്? സോ ആളുകൾ വഴക്കാളികളാണ്. വളരെയധികം റിലേഷൻഷിപ്സ് ബിക്കം ബേസ്ഡ് ഓൺ സെക്ഷൽ അട്രാക്ഷൻ ആൻഡ് മണി, റൈറ്റ്? വളരെ ഭാഗികമായ റിലേഷൻഷിപ്പിൻ്റെ ഭാഗികമായ ആകർഷണത്തിൻ്റെ പേരിലായിരിക്കും റിലേഷൻഷിപ്പ്. വളരെയധികം നിരീശ്വരവാദം ഇൻക്രീസ് ചെയ്യും, റൈറ്റ്? വളരെയധികം സെൽഫിഷ് ആണ് ആളുകൾ. മുതിർന്നവരെ ബഹുമാനിക്കാണ്ടാകും, റൈറ്റ്? സോ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ ദിവസവും കാണുന്ന ഒരു അവസ്ഥയാണ്. ന്യൂസിലായാലും ചുറ്റുമുള്ള സമൂഹത്തിലായാലും പരിചയമുള്ളവരുടെ ആയാലും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തിനേറെ പറയുന്നു, നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ ഇത് കാണുന്നതാണ്, റൈറ്റ്? സോ പണ്ട് ഒരു വീട്ടിൽ ഒരു കൂട്ടുകുടുംബമായി താമസിച്ചിരുന്നവർ ഇന്ന് ഒരു വീട്ടിൽ ഒരു ഫാമിലിക്ക് പോലും ബുദ്ധിമുട്ടാണ്. ഫാമിലിയുടെ അകത്ത് പോലും വി ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ്. സോ നമ്മുടെ ലോകങ്ങൾ വളരെയധികം സങ്കുചിതമായി മാറുവാണ്. ആൻഡ് ജനറലി ലോകത്തിൻ്റെ മനോഭാവം എന്താണ്? എല്ലാവർക്കും സന്തോഷം ആഗ്രഹമാണ്. ഈ സന്തോഷത്തിന് വേണ്ടി ആളുകൾ എന്ത് ചെയ്യുന്നു? സന്തോഷത്തിന് വേണ്ടി ആളുകൾ പലവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. കുറേ പ്രവർത്തനങ്ങൾ ഭക്ഷണത്തിലൂടെയോ സിനിമകളിലൂടെയോ അല്ലെങ്കിൽ പല സയൻറ്റിസ്റ്റുകൾ പുതിയ പുതിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു, പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നു ആളുകൾക്ക് സന്തോഷത്തിനായിട്ട്. എന്നാൽ സന്തോഷം ലഭിക്കുന്നു ഒരു
കണിക പോലെ സന്തോഷം പോലെ നമുക്ക് തോന്നാം. എങ്ങനെയെന്നാൽ ഒരു മുങ്ങിപ്പോകുന്ന വ്യക്തി തൻ്റെ ശ്വാസം കിട്ടാൻ വേണ്ടി ജലത്തിന് മേലേക്ക് വരുമ്പോഴത്തേക്കും ഒരു നിമിഷം ഒരു ശ്വാസം കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും, വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. അതുപോലെ ക്ഷണികവും അതുപോലെ നിരർത്ഥകവുമാണ് ഈ സന്തോഷം. ആൻഡ് എന്താണ് പൊതുവെ ആളുകൾ ചെയ്യുന്നത് ഭൗതിക ലോകത്തിൽ? വിവിധ തരത്തിൽ ആളുകൾ ഈ മൃത്യുവും എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്ന് അല്ല ചിന്തയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആൻഡ് കൂടുതൽ കൂടുതൽ ബുദ്ധിയുള്ള വ്യക്തികൾ ഈ, അതായത് സയന്റിഫിക് കമ്മ്യൂണിറ്റി, അവരെങ്ങനെ ഈ മൃത്യു എന്നുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഭൗതിക ലോകം കൂടുതൽ ആനന്ദകരമാക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ഇന്നേ വരെ ആരും ഈ ആ, 4 മെയിൻ ദോഷങ്ങൾ, അതായത് ജന്മമൃത്യു ജരാവ്യാധി, റൈറ്റ്, ഈ 4 ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല, ഇനിയോട്ട് ആകുകയുമില്ല ഭൗതിക പ്രവർത്തനങ്ങളിലൂടെ. right? എന്നാൽ ആധ്യാത്മിക പ്രവർത്തനത്തിലൂടെ തികച്ചും ഇത് സാധ്യമാണ്. മഹാഭാരതത്തിൻ്റെ വനപർവ്വത്തിൽ പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവ് ആ, യമരാജൻ ഒരു യക്ഷരൂപേണ വരുന്ന അദ്ദേഹത്തിനോട് സംഭാഷണം ചെയ്യുന്ന ഒരു ഒരു പോർഷനുണ്ട്. ആ പോർഷനിൽ വളരെ സുന്ദരമായ ഒരു ചോദ്യം ആ, ചോദിക്കുന്നു, ഈ ഭൗതിക ലോകത്തിൽ ഏറ്റവും ആശ്ചര്യജനകമായത് എന്താണെന്ന്. സോ യുധിഷ്ഠിര മഹാരാജാവ്, ആ കഥയിലേക്ക് വരുന്ന ഭാഗം വളരെ നീണ്ടതാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല, അതിനുള്ള സമയവുമില്ല. സോ ആ ഭാഗത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു, അഹനി അഹനി ഭൂതാനി ഗച്ഛന്തിത യമാലയം ശേഷസ്ഥാവരം ഇച്ഛന്തി കിം ആശ്ചര്യം അധപ്പരം. എന്താ പറയുന്നത്? തൗസൻഡ്സ്, അഹനി അഹനി ഭൂതാനി, ആയിരങ്ങളോളം ജനങ്ങള് ഗച്ഛന്തിത യമാലയം. യമാലയം മീൻസ്, അല്ലെങ്കിൽ യമദേവന്റെ ആലയത്തിലേക്ക് നമ്മളെല്ലാവരും മരണശേഷം ആ, യമദേവന്റെ അടുത്ത് ഓരോരുത്തരുടെയും ജഡ്ജ്മെന്റിനായി പോകുന്നു എന്ന് പറയുന്നു. സോ അങ്ങനെയുള്ള പോകുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ സമൂഹത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ദിവസം എത്ര മരണങ്ങൾ സംഭവിക്കുന്നുവെന്ന്. റൈറ്റ്? ചുറ്റുമുള്ള കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തിലും എല്ലാം നമ്മൾ കാണുന്നു, മരണം പല രൂപത്തിൽ, ആ, പല ഭാവത്തിൽ വരുന്നു. റൈറ്റ്? എന്നാലും ശേഷസ്ഥാവരം, എന്നാലും ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, റൈറ്റ്, ഞാൻ എറ്റേണലി ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള ഭാവത്തിൽ അവരുടെ പ്ലാനുകൾ ഉണ്ടാക്കുന്നു, അവരവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നു. സോ ഓ ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇതിലും ആശ്ചര്യപരമായിട്ട് എന്താണുള്ളതെന്ന് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ്. ഒന്ന് ആലോചിച്ചാൽ, ആക്ച്വലി ഭൗതിക ലോകത്തിൽ ഉള്ള ജീവാത്മാവ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏക ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സത്യമാണ് നമ്മൾ എന്താണത്? ദാറ്റ് ഇസ് മൃത്യു. റൈറ്റ്? മൃത്യു, സർവവും ഹരിക്കുന്ന മൃത്യു. അത് ഏതൊരു വ്യക്തിക്കും ആ, ഇന്നേ വരെ അതിനെ ജയിച്ച വ്യക്തികളില്ല ഭൗതിക ലോകത്തിലുള്ള കണ്ടീഷൻ സോൾസ്. റൈറ്റ്? സോ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യം അതാണ്. നാളെ നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാകുമോ, വീടുണ്ടാകുമോ, ബന്ധുമിത്രാദികൾ ഉണ്ടാകുമോ, ആ, ജീവൻ ഉണ്ടാകുമോ, ഇതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. റൈറ്റ്? ഇറ്റ് മേ ബി ദെയർ, ഇറ്റ് മേ നോട്ട് ബി ദെയർ. റൈറ്റ്? സോ പെട്ടെന്നൊരു ഒരു ഭൗതിക ക്ലേശം വന്നു കഴിഞ്ഞാൽ നിമിഷ നേരത്തിൽ മാറുന്ന അവസ്ഥയാണ് ഓരോ വ്യക്തികൾ. നമ്മളത് പല പല ആ, ഭൗതിക ക്ലേശങ്ങളിലൂടെ ആളുകൾ കണ്ടിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. ബട്ട് ദിസ് വൺ ഗ്യാരണ്ടീഡ് ട്രൂത്ത് ഇൻ അവർ ലൈഫ്, ആർ വി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ഗ്യാരണ്ടീഡ് ട്രൂത്ത്? റൈറ്റ്? നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആകുന്നു. മനുഷ്യജന്മത്തിൻ്റെ പരമലക്ഷ്യം എന്താണ്? എങ്ങനെ ഭഗവത്ധാമത്തിൽ തിരിച്ചു പോകാം, അതിനുള്ള ഒരു അവസരം, അതിനുള്ളൊരു വിൻഡോയാണ് ഈ പറയുന്ന വ്യക്തി. സോ ഒരു ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് സൂര്യൻ ഉദിക്കുന്നതിലൂടെ ചന്ദ്രൻ വരുന്നതിലൂടെ, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ വരുന്നതിലൂടെ ഓരോ ദിവസവും അദ്ദേഹത്തിൽ നിന്ന് കുറഞ്ഞു ഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിച്ച് ഹരിച്ച് അദ്ദേഹം മരണമെന്ന വസ്തുവിലേക്ക് പോകുന്നു. ബട്ട് എന്നാൽ അതിനെക്കുറിച്ച് അദ്ദേഹം ഭയക്കുന്നു. എന്നാൽ ഒരു
ആധ്യാത്മികവാദി, ഭഗവത് സേവനം ചെയ്യുന്ന ഒരു വ്യക്തി ഓരോ ദിവസവും ആക്ച്വലി ഭഗവാനിലേക്ക് എത്താനുള്ളതാണ്. വി ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു കൃഷ്ണ ബൈ ഈച്ച് ഡേ ഫോർ വൺ ഹു പ്രാക്ടീസസ് ഭക്തി. സോ സോ വൺ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കാനുള്ള അവസരമാണ് ഈ ജീവിതം. ആൻഡ് ഇത് ആക്ച്വലി ഒരു ഒരു ഭീകരത അല്ലെങ്കിൽ ഒരു ഭയമുളവാകുന്ന സിറ്റുവേഷൻ പറയാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ബട്ട് അതൊരു യാഥാർത്ഥ്യമാണ്. ബട്ട് അതിന് ഉപരിയായിട്ട് അതിനുപരിയായിട്ട് ഈ നാമം എന്താണ്? നാമം ആക്ച്വലി ഇറ്റ് ഈസ് എ ചൈതന്യ രസ വിഗ്രഹ, റൈറ്റ്? സോ ഭഗവാൻ പറയുന്നത് എന്താണ്? നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിന. സോ ഭഗവാന്റെ ഈ നാമം ആക്ച്വലി അത് ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ ഇസ് രസരാജ്, റൈറ്റ്? ഇറ്റ് ഹീസ് ദ അബോർഡ് ഓഫ് ഓൾ മെലോസ്. എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളുടെയും സുഖങ്ങളുടെയും അനുഭവങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഉറവിടമാണ്, എല്ലാത്തിൻ്റെയും പൂർണ്ണഭാവമാണ് ഭഗവാൻ. ഭഗവാൻ ആ, ശ്രീകൃഷ്ണൻ, റൈറ്റ്? സോ അങ്ങനെയുള്ള ഭഗവാൻ സ്വയം എന്താണ്? അഭിന്നത്വം നാമ നാമിന. ഭഗവാനും ഭഗവാന്റെ നാമവും അഭിന്നമാണ്, റൈറ്റ്? ആൻഡ് ഇറ്റ് ഈസ് പൂർണ്ണശുദ്ധം, റൈറ്റ്? ഇറ്റ് ഈസ് ടോട്ടലി പ്യുവർ. സോ അത്തരത്തിലുള്ള നാമത്തിനോട് നമ്മൾ ഒരുമിച്ച് ആ നാമത്തിലൂടെ വസിക്കുവാണ് നമ്മൾ ഹരിനാമം ജപിക്കുമ്പോൾ. ഹരിനാമം ജപിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കുവാണ്. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ചേതനയിൽ ഭഗവാൻ ഇരിക്കുവാണ് നമ്മൾ നാമം ജപിക്കുമ്പോൾ. സോ വെൻ വി അഡോപ്റ്റ് ആ ഹരിനാമത്തിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? വി ആർ ഓൾസോ ഗെറ്റിംഗ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് ആ എന്താ പറയുക, പൂർണ്ണശുദ്ധം നിത്യമുക്തമായിട്ട് ഇരിക്കാനുള്ള അവസ്ഥയിൽ ഇരിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്, റൈറ്റ്? എന്താണ്? ആൻഡ് ഇറ്റ് ഈസ് സോ മച്ച് ഹാപ്പിനെസ് പ്രൊവൈഡിങ്. നമുക്ക് ശരിയായ ആനന്ദം നൽകുന്നതാണ് ഹരിനാമം. ആനന്ദാമതി വർദ്ധനം പ്രതിപദം, റൈറ്റ്? സോ ഓരോരോ നാമത്തിലും ആ പൂർണ്ണമായ ഭഗവാന്റെ പൊട്ടൻസി ഉണ്ട്. അത് ലഭിക്കാനുള്ള അവസരമാണ് നമ്മുടെ ഈ ഹരിനാമ ജപം, റൈറ്റ്? ആൻഡ് ചൈതന്യ മഹാപ്രഭു തൻ്റെ ലീലകളൂടെ പറയുന്നു, അദ്ദേഹം ഭഗവാൻ സ്വയമാണ്, തന്നെ ദീക്ഷ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും അദ്ദേഹം ഭഗവാൻ നമുക്കെല്ലാം ഉദാഹരണം എന്ന രീതിയിൽ ആ, നാമദീക്ഷ എടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഈശ്വരപുരിയിൽ നിന്ന്. അദ്ദേഹം പറയുന്നു, കീപ മന്ത്രത്തിലെ ഗുസായി കീപ തരബല ജപിത്തെ ജപിത്തെ മന്ത്ര കരിയിലെ പാകല. ഈ മന്ത്രം ജപിച്ചിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, ആനന്ദാശ്രുക്കൾ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. സോ അത്രത്തോളം ആനന്ദദായകമാണ് ഈ ഹരിനാമം. നമ്മുടെ ആ, ഒരു വ്യക്തിക്ക് സാധാരണ ഒരു അവസരമല്ല ഒരു ഹരിനാമം ജപിക്കാനുള്ള അവസരം. കപിലമുനി ദേവഹൂതിയുള്ള സംവാദത്തില് ദേവഹൂതി മാതാവ് പറയുന്നു, ഹൗ പതാ സുപാചവത്തോ ഗിരിയാൻ യജ്ജിഹ്വാഗ്രേ വർത്തത നാമതുഭ്യം തേപുസ്തപസ്തേ ജിഹ്വും ഷഷ്ണുരാര്യ ബ്രഹ്മാനുചർ നാമ ഗൃണന്തിയേതേ. അതായത് ഒരു ഒരു ആ, എന്താണ് ആ, പട്ടിമാംസം ഭക്ഷിക്കുന്ന വ്യക്തി അദ്ദേഹം പോലും ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെ അദ്ദേഹം എന്താണ്? ആരാധിക്കത്തിനുള്ള പാത്രമാകുന്നു. ഭഗവാന്റെ നാമം ജപിക്കാനുള്ള ആരുടെ നാവിൻ്റെ അറ്റത്താണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, റൈറ്റ്? അവര് എല്ലാ തരത്തിലുള്ള ഓസ്ട്രിറ്റിസ്, തപസ്യകൾ, ഫയർ സാക്രിഫൈസസ്, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത ആര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, റൈറ്റ്? അവരെല്ലാ തരത്തിലുള്ള പുണ്യതീർത്ഥങ്ങളിലും ആ മുന്നുള്ള ജന്മങ്ങളിൽ കംപ്ലീറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി, അത്ര വേദങ്ങളെല്ലാം പഠിച്ചൊരു വ്യക്തിക്കാണ് ഇപ്പോൾ ഹരിനാമം ജപിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. സോ ഇതൊരു ഓർഡിനറി മന്ത്രമല്ല, ഇതൊരു ഓർഡിനറി അവസരമല്ല നമുക്ക് ലഭിച്ചേക്കുന്നത്. നമ്മുടെ ഭഗവാനായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന സന്തോഷം അത് ലഭിക്കാനും ഉള്ള അവസരമാണ്. നമ്മൾ പലയും ഈവൻ കോഴ്സ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് എല്ലാം ഫുൾഫിൽ ചെയ്യണം, ബട്ട് എല്ലാം ഭഗവാനോട് അർപ്പിച്ചുകൊണ്ട്.
ബട്ട് ഇതിനെല്ലാത്തിലും ഉപരിയായിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന സന്തോഷം, ഭൗതിക ലോകത്തിലെ ഓരോ ജീവാത്മാവും അന്വേഷിച്ച് നടക്കുന്ന ആ, സമാധാനം, സാറ്റിസ്ഫാക്ഷൻ, റൈറ്റ്, ഇത് ലഭിക്കാനുള്ള ശരിയായ അവസരമാണ് ഭഗവാന്റെ നാമജപം. ചില പ്രഭുപാദര് ഉദാഹരണം പറയുന്നു, വി ഡോണ്ട് റിയലൈസ് അവർ സ്ട്രെങ്ത്, നമ്മുടെ ശക്തി നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതുകൊണ്ട് ഓരോ ക്ലേശങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയക്കുന്നു. കാരണം അദ്ദേഹം പറയുന്നത്, ഒരു ഒരു ഷിപ്പ് യാർഡിലേക്ക് ഒരു ഷിപ്പ് കൊണ്ടുവരുന്നത്, റൈറ്റ്, അതൊരു വലിയ കപ്പലിനെ വലിച്ചുകൊണ്ട് കാണുന്നത് ആരെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും പോർട്ടിലോ വിഴിഞ്ഞത്തോ കൊച്ചിയിലോ എവിടെയെങ്കിലും പോകുമ്പോൾ കാണാൻ പറ്റും. ദർ ആർ ടഗ് ബോട്ട്സ്, റൈറ്റ്, ചെറിയ ബോട്ടുകളാണ്. അത് ഈ 100 മീറ്ററുള്ള ഷിപ്പിനെ വലിച്ചുകൊണ്ട് വരും. ചില പ്രഭുപാദ് പറയും, കണ്ടോ, ഇതാണ് നമ്മുടെ അവസ്ഥ, വി ആർ ലൈക്ക് ദാറ്റ് ഷിപ്പ്, റൈറ്റ്. പക്ഷെ ആ ചെറിയ ബോട്ട് എങ്ങനെയാ വലിയ ഷിപ്പിനെ വലിക്കുന്നു? ബിക്കോസ് ഷിപ്പിന്റെ എൻജിൻ ഓൺ അല്ല. അതിന്റെ എൻജിൻ ഓൺ ആവടത്തോളം അതിനാ ശക്തിയില്ല. അപ്പോൾ ചെറിയ ചെറിയ ഈ ടഗ് ബോട്ട്, ചെറിയ ചെറിയ ക്ലേശങ്ങൾ നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ആസ് സൂൺ ആസ് ദാറ്റ് എൻജിൻ ഇസ് ഓൺ, ഷിപ്പിന്റെ എൻജിൻ ഓൺ ആകുമ്പോൾ അതതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ, യഥാർത്ഥ ശക്തിയിൽ നിലകൊള്ളുന്നു. അപ്പോൾ ഈ ചെറിയ ചെറിയ ക്ലേശങ്ങൾ നമ്മളെ ബാധിക്കില്ല. അതുമാതിരി തന്നെയാണ് ഭഗവാന്റെ നാമം ജപിച്ച് നമ്മൾ ആ പ്യൂരിറ്റി നേടി ഭഗവാനോടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ വി ആർ ഡയറക്ട്ലി കണക്റ്റഡ് ടു എ ജനറേറ്റിംഗ് സ്റ്റേഷൻ. 440 kV ലൈനിൽ കണക്ട് ചെയ്യണ കാര്യമാണ്. ആ അവസ്ഥയിൽ നോ അതർ പ്രോബ്ലംസ് നമ്മളെ ബാധിക്കില്ല. ബിക്കോസ് വി ആർ ആക്ച്വലി ഇൻ ദാറ്റ് പ്യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഇൻ ദാറ്റ് ഹാപ്പിനെസ്. അതിലേക്ക് എത്താനുള്ള ഏക മാർഗമാണ് ഭഗവാന്റെ നാമജപവും ഭഗവാന്റെ സേവനങ്ങൾ അർപ്പിക്കുന്നതും. അതിനുള്ള ഉത്തരം അവസരമാണ് നമുക്കിതുപോലെ രാവിലെ ലഭിക്കുന്നത്. അതും ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഭഗവാന്റെ നാമം ജപിക്കാൻ ലഭിക്കുന്ന അവസരം, അതിൻ്റെ വാല്യൂ നമുക്ക് ഒരിക്കലും, ആ മൂല്യം നമുക്ക് ഒരു രീതിയിലും നിർണ്ണയിക്കാൻ സാധിക്കില്ല. വാട്ട് വി ക്യാൻ ഡു എന്താണ്, അത് തുറന്ന ഹൃദയത്തോടെ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ആ, മഹാപ്രഭു പറഞ്ഞ മാതിരി പിന്നെ ഹംബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആ ഹരിനാമം ജപിക്കുകയും, ദാറ്റ് ഈസ് അവർ റിയൽ, എന്താ പറയുക, നമ്മുടെ റിയൽ മാർഗവും റിയൽ ലക്ഷ്യവും അത് തന്നെയാണ്. സോ ഇത്രയും പറഞ്ഞ് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്ര കി ജയ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ഗുരുദേവ് की जय, श्री प्रभुपाद की जय, श्री कृष्ण बलराम की जय.